ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലിൻസ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ കോളയാട് എന്ന് പറഞ്ഞ പ്രദേശത്ത് നിന്ന് വരുന്നു. ഞാൻ 2021 ഡിസംബർ മാസം കാനഡയ്ക്ക് പോകാൻ വേണ്ടി ഒരു 6 ലക്ഷം രൂപ എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഒരു 6 മാസം കൊണ്ടെല്ലാം പേപ്പറൊക്കെ റെഡിയാവുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാനങ്ങനെ 6 മാസം വെയിറ്റ് ചെയ്തു. അതിൽ പ്രത്യേകിച്ച് അപ്ഡേറ്റ് ഒന്നും വന്നില്ല. പിന്നെ 8 മാസം എന്ന് അവർ പറഞ്ഞു. 8 മാസമായിട്ടും പ്രത്യേകിച്ച് അപ്ഡേറ്റ് വരാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ ചോദിച്ചു, അങ്ങനെ ഒരു 1 ഇയറോട് ചോദിച്ചപ്പം അവസാനം ഞങ്ങൾക്ക് ആ പൈസ കുറേ കഷ്ടപ്പെട്ടാണ് തിരിച്ച് കിട്ടിയത്. അതിനുശേഷം ഞാൻ 2022 മെയ് മാസത്തിൽ ഇവിടെ വന്ന് എൻ്റെ കസിൻ സിസ്റ്ററും അളിയൻ്റെയും കൂടെ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി. അപ്പം അതിനുശേഷം നവംബർ മാസം ഞാൻ IELTS എഴുതി പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഓസ്ട്രേലിയക്ക് വേണ്ട സ്കോർ കിട്ടിയായിരുന്നു. അതിനുവേണ്ടി ഞാൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ലോൺ പാസ്സാവാത്ത കാരണങ്ങൾ കൊണ്ട് അത് ആദ്യം ഒരു വട്ടം പോസ്റ്റ്പോണ്ടായി, രണ്ടാമത് പിന്നെയും പോസ്റ്റ്പോണ്ടായി, അവസാനം 2023 നവംബർ എന്നുള്ള ഒരു ഡേറ്റിലേക്ക് വന്നു. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്തു. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് റിസൾട്ട് വന്നു, അത് റിജക്റ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഓൾറെഡി ഞാൻ ഓഗസ്റ്റ് മാസം 2023 വന്ന് ഉടമ്പടി പുതുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അച്ഛൻ എനിക്കൊരു കാശ് രൂപം തന്നിട്ടുണ്ടായിരുന്നു, സ്ക്വയർ ഷേപ്പുള്ളത്. അപ്പം അത് റിജക്റ്റായി ഞാനിങ്ങനെ മൊത്തത്തിൽ മൂഡ് ഓഫായി ഇരിക്കുമായിരുന്നു. അതിന് മുന്നേ ഓൾറെഡി UK വേണ്ട ഒരു ഇൻ്റർവ്യൂയുടെ കാര്യം എൻ്റെ ആൻറ്റി പറഞ്ഞായിരുന്നു. അപ്പോൾ ഓൾറെഡി 6 ലക്ഷം രൂപ ഓസ്ട്രേലിയക്ക് ഫീ ഒക്കെ അടച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ആ സൈഡ് ചിന്തിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ സെപ്റ്റംബർ മാസം 2ാമത്തെ ആഴ്ച ഒരു വ്യാഴാഴ്ച ആൻറ്റി വിളിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഒരു കോളേജിൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ മീറ്റിങ്ങിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫോൺ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. അങ്ങനെ 3-4 മിസ് കോൾ കണ്ടപ്പം ആൻറ്റി UK ആൻറ്റി ആയിരുന്നു. മിസ് കോൾ കണ്ടപ്പോൾ ഞാൻ എടുത്തു. അങ്ങനെ സംസാരിച്ചും പറഞ്ഞു, ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ഡൽഹിയിൽ വെച്ചിട്ടാണ്. അപ്പം വ്യാഴാഴ്ച വിളിച്ച് പറയുന്നു ഇൻ്റർവ്യൂ നടക്കുന്നത് ശനിയാഴ്ചയാണ്. അപ്പോൾ ഞാൻ എങ്ങനെ നോക്കിയാലും ട്രെയിനിന് ഒരിക്കലും എനിക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റില്ല. പിന്നെ ഫ്ലൈറ്റ് ഓപ്ഷനുള്ളൂ. നോക്കുമ്പം ടിക്കറ്റിൻ്റെ ഫെയർ ഭയങ്കര കൂടുതൽ, 12,000 രൂപ സംതിങ് ആയിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനെ വിളിച്ചുകൊണ്ട് റിസ്ക് എടുത്തുകൊണ്ട് അവസാനത്തെ കച്ചിത്തുരുമ്പ് അല്ലെങ്കിൽ പിടിവള്ളി എന്ന രീതിയിൽ ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെ ഇൻ്റർവ്യൂ 3 റൗണ്ട് കഴിഞ്ഞു. ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പോലെയായിരുന്നു, പിന്നെ ഫേസ് ടു ഫേസ് ആയിരുന്നു, അങ്ങനെ റൈറ്റിംഗ് ആയിരുന്നു, പിന്നെ ഒരു ഫേസ് ടു ഫേസ് ആയിരുന്നു. അങ്ങനെ 3ഉം കഴിഞ്ഞു. അങ്ങനെ സെലക്റ്റായി വിവരം അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ ഞാനിങ്ങനെ മൂഡ് ഓഫായി ഇരിക്കുമായിരുന്നു. എൻ്റെ കൂടെയുള്ള പുള്ളിക്കാരന് സെലക്റ്റായി എന്ന് അവരൊരു സൂചന കൊടുത്തു. അപ്പം ഞാനിങ്ങനെ തിരിച്ച് റിട്ടേൺ വരാൻ വേണ്ടി ഡൽഹി എയർപോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം പുള്ളി അത്യാവശ്യം നല്ല സന്തോഷമുണ്ടായിരുന്നു. കാരണം പുള്ളിക്ക് ഓൾറെഡി സൂചന ലഭിച്ച് സെലക്ട് ആയിരിക്കുമെന്ന്. എൻ്റെ കാര്യത്തിൽ മൊത്തം മൂഡ് ഓഫ് ആയിരുന്നു. എൻ്റെ അവസാനത്തെ പിടിവള്ളിയായിരുന്നു, അതും പോയി എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ അവസാനം എയർപോർട്ടിലെത്തി ഞാൻ ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ എനിക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു, സെലക്റ്റായ ആൾക്കാരുടെ ലിസ്റ്റ്. ഞാൻ നോക്കുമ്പോൾ അതിൽ ഏറ്റവും അടിയിൽ നിന്ന് 3ാമത്തത് എൻ്റെ പേര്, അതിൻ്റെ താഴെ എൻ്റെ കൂടെ വന്ന പുള്ളിയുടെ പേരായിരുന്നു. അതിനുശേഷം ഞാൻ നാട്ടിൽ വന്നു, വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ PCC ക്ലിയറായി, മെഡിക്കൽ ക്ലിയറായി. അപ്പം അതിന് മുന്നേ ഞാൻ എഴുതിയ IELTS എന്ന് പറയുമ്പം IELTS അക്കാദമിക് ആയിരുന്നു. അപ്പം ഇനി അടുത്ത കടമ എന്ന് പറയുന്നത് IELTS UKVI തന്നെ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഫുൾ ടെൻഷനായി. കാരണം അക്കാദമിക് ആകുമ്പം നമുക്ക് കുറച്ച് കുറച്ച് പോയിൻ്റ് മതി, കൂടുതൽ സ്കോർ കിട്ടും. ഇതാകുമ്പം കൂടുതൽ പോയിൻ്റ് കിട്ടിയാലേ കൂടുതൽ സ്കോർ കിട്ടത്തുള്ളൂ. അപ്പം 4.5 മതിയായിരുന്നു. എന്നാലും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച ഓരോ മോഡ്യൂളും, എക്സാം എൻ്റെ നവംബറിലായിരുന്നു, 2023 നവംബറിലായിരുന്നു. ഓരോ മോഡ്യൂൾ കഴിയുമ്പോൾ ഞാനിങ്ങനെ കാശുരൂപം മുറുക്കെ പിടിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഓവറോൾ 6 കിട്ടി. ആ കടമയും കൂടെ കടന്നു കിട്ടി. അപ്പം അതിനിടയിൽ സെപ്റ്റംബർ മാസം എൻ്റെ പപ്പയുടെ പുള്ളിക്കാരി പെട്ടെന്നൊരു ചുമയൊക്കെ ആയിട്ട് ഇങ്ങനെ നോർമലൊരു ഹോസ്പിറ്റലായിരുന്നു. അപ്പം അവിടെ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചുമ കൂടി. അങ്ങനെ ബേബി മെമ്മോറിയൽ കണ്ണൂർ ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം അവർ പറഞ്ഞു ഇതിന് കൂടുതലായിട്ടുള്ള ചികിത്സ ഇവിടെ കിട്ടത്തില്ല, അത് ചെയ്യണമെങ്കിൽ മിംസ് കോഴിക്കോടിലേക്ക് മാറ്റണം. അപ്പം പുള്ളിക്കാരിക്ക് H1N1 പനി കൂടി. അങ്ങനെ ബോധമൊക്കെ പോയി. ഒരു 12 ദിവസത്തോളം പുള്ളിക്കാരി അവിടെ വെന്റിലേറ്ററിലായിരുന്നു. അങ്ങനെ എനിക്കൊരു ഹാഫ് ഡേ ലീവ് എടുത്ത് ഞാൻ ഒരു ദിവസം അവിടെ ചെല്ലുകയും അപ്പോൾ പുറത്തിരുന്ന് കുറേ നേരം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. അപ്പം ആൻറ്റിയുടെ മകനുണ്ടായിരുന്നു, പുള്ളി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പുള്ളി ഞാനും കൂടെ കുറേ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇവിടെ പുതുക്കാൻ വന്ന സമയത്ത് അച്ഛൻ തന്ന സ്ക്വയർ ഷേപ്പിലെ കാശുരുക ഞാൻ ചേട്ടായിനെ ഏൽപ്പിച്ചു. ചേട്ടായോട് പറഞ്ഞു
അത് അകത്ത് കയറുവാണെങ്കിൽ ഒന്ന് സിസ്റ്റർമാരോട് ആരോടും പറഞ്ഞിട്ട് ആൻറ്റിയുടെ കിടക്കുന്നതായിട്ട് അവിടെ വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ ഓൾറെഡി പപ്പ അവിടെ കൃപാസന പത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് അവിടെ ഒരു ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തൈലം ചേച്ചി നെറ്റിയിലും ഉള്ളംകാലിലും തേക്കുന്നുണ്ടായിരുന്നു, കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെന്നപ്പം ഡോക്ടർ പെട്ടെന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു ചാൻസ് കിട്ടി അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഞങ്ങൾ പുറത്തേക്ക് പോയായിരുന്നു, വേണ്ടപ്പെട്ടവർ വേണമെങ്കിൽ ഒന്ന് കയറി കണ്ടോ എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാനും ചേട്ടായും കയറി. അങ്ങനെ കാശ് രൂപം ഒരു പോളിത്തീൻ കവറിലിട്ടിട്ട് ആൻറ്റി കിടക്കുന്നതിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റിയുടെ സ്ഥിതി എന്ന് പറയുമ്പം നേരെ കിടത്തി കഴിഞ്ഞാൽ ഓക്സിജൻ കയറത്തില്ലായിരുന്നു, ചെരിച്ച് കിടത്തിക്കൊണ്ടായിരുന്നു ഓക്സിജൻ കയറ്റിക്കൊണ്ടിരുന്നത്. പക്ഷേ ചെരിച്ച് കിടത്തി ഒരു 2-3 ദിവസമൊക്കെ കിടത്തി കഴിയുമ്പം ശരീരം പൊട്ടും, ചുണ്ടും കാര്യങ്ങളൊക്കെ പൊട്ടുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര സീരിയസ് ആയ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ നോർമലായിട്ട് അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്നൊരു ദിവസം അവിടുന്ന് ഫോൺ വന്നു, ഇങ്ങനെ സീരിയസ് ആണെന്ന് പറയാം. അങ്ങനെ പപ്പയും പപ്പയുടെ 2 അനിയന്മാരും എല്ലാവരും കൂടെ പോയി. അങ്ങനെ പോകുന്ന വഴിക്ക് പപ്പയുടെ 2ാമത്തെ അനിയൻ പറയുന്നുണ്ട്, പന്തലിൻ്റെ കാര്യങ്ങളൊക്കെ അയൽവക്കക്കാർ ചെയ്യൂലെന്ന്. അന്നേരം പപ്പ ഷോക്കായിപ്പോയി, കാരണം പപ്പ അറിഞ്ഞില്ലായിരുന്നു. അങ്ങനെ പപ്പ അന്നേരം ചോദിക്കുന്നത് പന്തലിൻ്റെ കാര്യം എന്താ പന്തലെന്ന് വെച്ച്. ആൻറ്റിയുടെ പേര് റെജി എന്നായിരുന്നു. അപ്പം എന്തിനാ പന്തലെന്ന് വെച്ചാൽ പറഞ്ഞു റെജി മരിച്ചില്ലേ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഷോക്കായി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 10 മണി വരെ നോക്കാമെന്ന് പറഞ്ഞു. 10 മണി വരെ നോക്കി. അതിനുശേഷം ഡോക്ടർ പറഞ്ഞു നല്ല മാറ്റമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതും കഴിഞ്ഞ് ആൻറ്റി ഒരു 5-6 ദിവസം കൂടെ വെന്റിലേറ്ററിൽ കിടന്നു. പിന്നെ പതുക്കെ ICUയിലേക്ക് മാറ്റി. ഈ കഴിഞ്ഞ ഡിസംബർ 25-ാം തീയതി രാവിലത്തെ കുർബാനയ്ക്ക് ആൻറ്റി പള്ളിയിൽ പോവുകയും ചെയ്തു. ഇപ്പം നല്ല മാറ്റമുണ്ട്. ഇപ്പം 6 മാസത്തിൽ 1 മാത്രം പോയാൽ മതി. അതുകൂടാതെ എനിക്കൊരു സന്തോഷ വാർത്ത കിട്ടിയെന്ന് പറയുമ്പം ആ ഇൻ്റർവ്യൂയുടെ എല്ലാത്തിൻ്റെ റിസൾട്ടൊക്കെ കഴിഞ്ഞു. വിസ അടിക്കാൻ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. വിസ അടിക്കാൻ കൊടുത്തത് VFSലെ ഡേറ്റ് എനിക്ക് ആദ്യം കിട്ടിയത് ഡിസംബർ 17-ാം തീയതി ആയിരുന്നു. ഡിസംബർ 17-ാം തീയതി കിട്ടിയപ്പം ഞാനവിടെ ചെന്ന് 3:30-ക്കായിരുന്നു അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. 3 മണിയായപ്പം അവിടെ ചെന്നപ്പം ഞാൻ എൻ്റെ തന്ന ഏജൻറ്റിനെ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അതിലൊരു പ്രോബ്ലം ഉണ്ട്. അതായത് അതിൽ മുന്നേ എപ്പോഴെങ്കിലും വിസ റിജക്ഷൻ കിട്ടിയോ എന്നുള്ളിടത്ത് അവർ യെസ് കൊടുക്കുന്നതിന് പകരം നോയുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യേണ്ട, ക്യാൻസൽ ചെയ്യാം, വേറെ ദിവസം ഡേറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോയി വെള്ളാർപാടം പള്ളിയിലൊക്കെ പോയി ഇങ്ങനെ കൊച്ചിയൊക്കെ കണ്ട് തിരിച്ചിങ്ങ് പോന്നു. അത് കഴിഞ്ഞ് അടുത്ത ഡേറ്റ് എടുത്തു വന്നിരിക്കുന്നത് ഡിസംബർ 27-ാം തീയതി ആയിരുന്നു. അന്ന് പോയി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് പോയി അതൊക്കെ കംപ്ലീറ്റ് ചെയ്തു തിരിച്ചു വന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 31-ാം തീയതി 1-ാം തീയതി 2 ദിവസം ലീവാണ്. അതിൻ്റെ കൂടെ വന്ന എല്ലാവർക്കും വിസയും കാര്യങ്ങളൊക്കെ അടിച്ച് കിട്ടിയായിരുന്നു. അങ്ങനെ ഞാൻ വന്നു, വീട്ടിലെത്തി. ഒരു ലാസ്റ്റ് സാറ്റർഡേ എനിക്ക് ഫോൺ വന്നു കൊറിയർ സർവീസിൽ നിന്ന് ഇങ്ങനെ വിസ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഞാനങ്ങനെ എൻ്റെ വീട് കോളയാട്, അവിടെ നിന്ന് ഒരു 35-40 കിലോമീറ്റർ ഉണ്ട് കണ്ണൂർ DTDCയുടെ ഓഫീസിലേക്ക്. സോ ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്നു. പ്രത്യക്ഷ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് പോയി. അവിടെ പോയി അത് റിസീവ് ചെയ്തതിന് ശേഷം ഞാൻ തുറന്നു നോക്കിയില്ല, കാരണം എനിക്ക് പേടിയാണ്. 2 വട്ടം കാനഡയ്ക്ക് വെച്ചതും അത് കഴിഞ്ഞ് ഓസ്ട്രേലിയക്ക് വെച്ചതും റിജക്റ്റ് ആയിപ്പോയി. അപ്പം എനിക്ക് ഇതൊരു പേടിയായിരുന്നു. ഞാനത് തുറന്നു നോക്കിയില്ല. അത് എടുത്തുകൊണ്ട് വരുന്ന വഴിയിലും ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് വന്നു. എൻ്റെ വീടിൻ്റെ അടുത്തൊരു പള്ളിയുണ്ട്, അവിടെ നിത്യാരാധനാലയമുണ്ട്. അവിടെ കയറി ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ അതിനുശേഷം അവിടെ തുറന്നു വെച്ച ബൈബിൾ എടുത്ത് വായിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് ബൈബിളിൻ്റെ മുകളിൽ എൻ്റെ പാസ്പോർട്ട് എടുത്ത് വെച്ചു. ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം അത് ഓപ്പൺ ചെയ്ത് നോക്കി. ഞാൻ ഞെട്ടിപ്പോയി, അതിൽ വിസ അടിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. സാധാരണ നോർമലായിട്ട് വിസ അടിക്കുമെന്ന് പറയുമ്പം ലാസ്റ്റേക്കുള്ള പേജിലൊക്കെ ആയിരിക്കും സാധാരണ വിസ അടിക്കുന്നത്. ഞാൻ പെട്ടെന്നുള്ള നോക്കിയപ്പം കണ്ടില്ല. പിന്നെ ഞാൻ ഒന്നുകൂടെ മറിച്ചും 5-ാമത്തെ പേജിൽ വിസ അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ മാസം 19-ാം തീയതി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നാണ് ടിക്കറ്റ്. അപ്പം അതിനു മുന്നേ ഇവിടെ വന്ന് മാതാവിനോടും തിരുക്കുമാരനോടും നന്ദി പറയണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും ചെയ്യാൻ പറ്റിയിരുന്നില്ല. എന്നാലും ഒഴിവുള്ള സമയങ്ങളിലൊക്കെ രോഗി സന്ദർശനവും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ എല്ലാവരും സഹായിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പരമാവധി എല്ലാ ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കൊന്ത മുടക്കിയിട്ടില്ല. ഈ ഒരു ഉടമ്പടി എടുത്തതിന് ശേഷം, അല്ലെങ്കിൽ ഇങ്ങോട്ട് കലൂർ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് വന്ന മാറ്റം എന്ന് പറയുമ്പം ഞാൻ എല്ലാ കാര്യത്തിലും മാതാവിനെ വിളിക്കാൻ തുടങ്ങി. എൻ്റെ എല്ലാ കാര്യങ്ങളും ആശ്രയിച്ചിരിക്കുന്നത് മാതാവിലൂടെയാണ്. അപ്പം ഞാനൊരു മാതാവിൻ്റെ വലിയൊരു ഫാനായി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പം ഞാൻ ഈ ഒരു അവസരത്തിൽ മാതാവിനോട് തിരുക്കുമാരന് നന്ദി പറയും.